ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തെ ഡിഗ്രി കോഴ്സുമായി ബന്ധപ്പെട്ട്, അതായത് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ ആദ്യത്തെ സെമസ്റ്റർ പരീക്ഷ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കണ്ണൂർ, MG, കേരള, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വിവിധ യൂണിവേഴ്സിറ്റികൾ, അതായത് കേരളത്തിൽ നിന്ന് ഡിഗ്രി ഈ വർഷം, അതായത് 4 വർഷത്തെ ആദ്യമായിട്ടുള്ള 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിലവിൽ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ സാധ്യതകളും കൂടാതെ വിദ്യാർത്ഥികൾ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ആമുഖമായിട്ട് എക്സാമുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 വർഷത്തെ ഈ ഒരു ഓണേഴ്സ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു മാറ്റം എന്നിരിക്കെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, തൊട്ട് മുമ്പ്, അതായത് നവംബർ മാസം നിങ്ങൾ പരീക്ഷ എഴുതിയ ആദ്യത്തെ സെമസ്റ്റർ എക്സാം നിങ്ങൾക്ക് ഡിസംബർ മാസത്തോടുകൂടി തന്നെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളും, അതായത് നേരത്തെ തന്നെ കൃത്യമായിട്ട് ഡിസംബർ 20 അല്ലെങ്കിൽ ഡിസംബർ 21, 22 തീയതിക്കുള്ളിൽ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റികൾ, അതായത് ഈ 4 വർഷത്തെ ഡിഗ്രി കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് യൂണിവേഴ്സിറ്റികൾക്ക് ഇടയിൽ, അതായത് എല്ലാ യൂണിവേഴ്സിറ്റികളും എക്സാമും അതേപോലെ തന്നെ റിസൾട്ടും ഏകദേശം ഏകീകരിക്കുക എന്നുള്ളത് ഈ ഒരു കോഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നിങ്ങൾ എഴുതി റിസൾട്ട് ഡിസംബർ മാസത്തേക്ക് തന്നെ വന്നിരിക്കുകയാണ്. നിലവിൽ നേരത്തെ, അതായത് 19-ാം തീയതി തന്നെ കേരള യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം MG യൂണിവേഴ്സിറ്റി റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് 22-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് താമസിയാതെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് കോഴ്സിൻ്റെ എല്ലാ കാര്യവും നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ വർഷം ഡിഗ്രി എടുക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി ഓർപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ ഒരു നേട്ടം തന്നെയാണ് 4 വർഷത്തെ ഡിഗ്രിയുടെ പരീക്ഷാ സംബന്ധമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പരീക്ഷാ ടൈം, അതേപോലെ തന്നെ റിസൾട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട, എടുത്ത് പറയേണ്ട ഒരു മാറ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു പുതിയ 4 വർഷത്തെ ഡിഗ്രി സംവിധാനത്തിൽ ഇത് ഒന്നാമത്തെ ഈ ഒരു കാര്യം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ പറയാം. അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ റിസൾട്ട് വന്നു, അതായത് 3 യൂണിവേഴ്സിറ്റി റിസൾട്ട് വന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് തന്നെ വരേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് തീർച്ചയായും വിദ്യാർത്ഥി നമ്മുടെ ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ വീഡിയോ കൃത്യമായി കാണുക. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങളുടെ പേപ്പർ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റീവാലുവേഷൻ, അതേപോലെ തന്നെ സ്ക്രൂട്ടിൻ്റെ, അതായത് സൂക്ഷ്മ പരിശോധന നിങ്ങൾക്ക് നടത്താനുള്ള അവസരമുണ്ട്. അതിന് നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലൈനായിട്ടാണ് എല്ലാ അപേക്ഷയും കൊടുക്കേണ്ടത്. ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ജസ്റ്റ് ജനുവരി 1-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന റീവാലുവേഷൻ, അതേപോലെ സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ കേരള MG യൂണിവേഴ്സിറ്റിക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുമെന്ന് അനൗൺസ് ചെയ്തിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സൂക്ഷ്മ പരിശോധന വിദ്യാർത്ഥികൾക്ക് നടത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി അതിനുശേഷം നിങ്ങൾ അഥവാ ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി എക്സാം, അതേപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇനി കൂടി പരമാവധി വിദ്യാർത്ഥികൾക്ക് എക്സാം ടൈം ടേബിൾ, അതേപോലെ റിസൾട്ട്, നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ എക്സാമുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ പറയാം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കാം. അതായത് നമുക്ക് ഈ ഒരു ഡിഗ്രി, 4 വർഷത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായിട്ടുള്ള ടൈം എന്നുള്ളത്. നേരത്തെ തന്നെ, അതായത് പല കോളേജുകളിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ലാസ്റ്റ്, സെപ്റ്റംബർ തന്നെ ഒരുപക്ഷെ പറയാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഈ കേവലം 3 മാസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള ഈ ഒരു സെമസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ പോർഷൻസും നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കൂടാതെ ജസ്റ്റ് നവംബർ പകുതിയോട് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയും എക്സാം നടത്തി. ഇപ്പോൾ ഡിസംബറിൽ തന്നെ എക്സാമിൻ്റെ റിസൾട്ടും വന്നിരിക്കുകയാണ്. മാത്രമല്ല യൂണിവേഴ്സിറ്റികൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വീക്കിൽ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാമിൻ്റെ
സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ് കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സമയം എന്നുള്ളത് ഈ വർഷം ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് സ്വാഭാവികമാണ്. ഈ രണ്ടാം സെമസ്റ്റർ തൊട്ട് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള സമയം ഓരോ സെമസ്റ്ററും ലഭിക്കുമെന്ന് തന്നെയാണ് കൃത്യമായിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ. കാരണം ഈ സെമസ്റ്ററിൽ ഫസ്റ്റ് സെമസ്റ്റർ സ്വാഭാവികമായിട്ടും അഡ്മിഷൻ സംബന്ധമായിട്ട് പല വിദ്യാർത്ഥികളും, അതായത് നിങ്ങൾക്കറിയാം അഡ്മിഷൻ സംബന്ധമായിട്ട് ലേറ്റ് ആയിട്ടുള്ള അഡ്മിഷനൊക്കെ ഉള്ളത് കൊണ്ടാണ് ലേറ്റ് ആയിട്ടുള്ളത്. എന്നാൽ സെക്കൻഡ് സെമസ്റ്റർ തൊട്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഈ 4 വർഷത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. ഇനി അതേപോലെ തന്നെ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഈ 4 വർഷത്തെ ഡിഗ്രി നിങ്ങൾക്ക് 7 വർഷം വരെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കുവാനും സാധിക്കുന്നതാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം 2 വർഷം പഠിച്ചു. അപ്പോൾ ആ വിദ്യാർത്ഥിന് 3-ാം വർഷത്തെ കോഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഔട്ട് സൈഡോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ ജോലിക്ക് പ്രവേശിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും 2 വർഷത്തെ ഗ്യാപ്പ് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് 7 വർഷത്തിനുള്ളിൽ നിങ്ങൾ കോഴ്സ് പൂർത്തീകരിച്ചാൽ മതി. ഇനി 7 വർഷത്തിനുള്ളിൽ നിങ്ങൾ പഠിച്ച സെയിം കോളേജിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അത്തരത്തിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും കോളേജിൻ്റെ കീഴിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുവാൻ സാധിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഈ FIUGP 4 വർഷത്തെ ഡിഗ്രി കോഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണെന്നത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും നെഗറ്റീവായിട്ടുള്ള തോട്ട് എന്ന് വെച്ചാൽ ഈ ഒരു കോഴ്സ് 4 വർഷത്തെ കോഴ്സാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഡിഗ്രി 4 വർഷമായിരിക്കുകയാണ്. അത് വല്ലാത്തൊരു പ്രയാസമാണ്. നിങ്ങൾ ടൈം നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ പല വിദ്യാർത്ഥികൾക്കും ഉള്ള സംശയമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ജസ്റ്റ് 3 വർഷം കൊണ്ട് നിങ്ങൾ 133 ക്രെഡിറ്റ് നിങ്ങൾ ടോട്ടൽ നിങ്ങളുടെ, അതായത് 3 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ 6 സെമസ്റ്ററിൽ കൂടി 133 ക്രെഡിറ്റ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഡിഗ്രി പൂർത്തിയായി. നിങ്ങൾക്ക് ഡിഗ്രി സ്റ്റോപ്പ് ചെയ്യാം. അത് 3 വർഷത്തെ ഡിഗ്രി നോർമൽ ഡിഗ്രി നിങ്ങൾക്ക് കിട്ടും. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ 177 ഡിഗ്രി 177 ക്രെഡിറ്റ് കിട്ടിയാലാണ് നിങ്ങൾ 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി എന്നുള്ള ഒരു സംവിധാനത്തിൽ നിങ്ങൾ പോവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 4 വർഷം പഠിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് PG, അതായത് 2-ാം വർഷം PG നിങ്ങൾക്ക് ലേറ്ററൽ എൻട്രി, അതായത് ലേറ്റായിട്ട് നിങ്ങൾക്ക് PG 2-ാം വർഷത്തിലേക്ക് നിങ്ങൾക്ക് എന്താക്കാം, അഡ്മിഷൻ എടുക്കാം. അതായത് 3 വർഷത്തിൻ്റെ കൂടെ നിങ്ങൾ 1 വർഷം കൂടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 4 വർഷത്തെ ഡിഗ്രി പൂർത്തിയാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് PG 2-ാം വർഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എവിടെയും നിങ്ങൾക്ക് ടൈം നഷ്ടമാവുന്നില്ല. അപ്പോൾ പല വിദ്യാർത്ഥികളും 4 വർഷം ഡിഗ്രി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ 4 വർഷത്തെ ഡിഗ്രി എന്നുള്ളത് നിങ്ങൾ 4-ാം വർഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാം നിങ്ങൾക്ക് PG 1-ാം വർഷം കൂടിയാണെന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരണം നിങ്ങൾക്ക് PG ലേറ്ററൽ എൻട്രി നിങ്ങൾക്ക് എന്താക്കാം, ഡയറക്റ്റ് 2-ാമത്തെ അഡ്മിഷൻ നിങ്ങൾക്ക് എന്താക്കാം എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതായത് 2-ാം വർഷം PG നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അതോടൊപ്പം തന്നെ ഡിഗ്രി സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയാസം നമുക്ക് നോക്കാം. അതായത് നിലവിൽ നമ്മൾ ഈ പറയുന്ന 2 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 2.5 വർഷം കൊണ്ട് 133 ക്രെഡിറ്റ് നേടിയ നിങ്ങൾക്ക് ഡിഗ്രി തന്നെ 3 വർഷത്തെ ഡിഗ്രി 1 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 വർഷം കൊണ്ട്, അതായത് 1 വർഷം നേരത്തെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ്. പക്ഷേ പലപ്പോഴും പല കോളേജുകളും നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രയാസം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി, അതായത് നിങ്ങൾ അതായത് നാഷണൽ ലെവലുള്ള, അതായത് 2030 എല്ലാ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും വരുന്ന മാറ്റങ്ങൾ പ്രകാരം വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ വിദ്യാർത്ഥികൾ ഇപ്പം നിലവിൽ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും ഏകദേശം 150ഓളം സബ്ജക്റ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാം എന്നുള്ളൊരു മെത്തേഡ് വന്നിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റി മീഡിയയിൽ തന്നെ അപ്ഡേറ്റ് വന്നിരുന്നു. പക്ഷേ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയിലും കോളേജിലും വിദ്യാർത്ഥികൾ നിലവിൽ ഏകദേശം ഈ പറഞ്ഞ 150 സബ്ജക്റ്റുകളിൽ നിന്ന് ഒരു 10-15ഓളം സബ്ജക്റ്റുകൾ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രോ അല്ലെങ്കിൽ ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക കോളേജ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് ഏകദേശം 6 ഗ്രൂപ്പുകളാക്കിയിട്ട് ആ 6 ഗ്രൂപ്പിൽ നിന്നും ഓരോ സബ്ജക്റ്റ് മാത്രം ഓപ്ഷനായിട്ട് എടുക്കുവാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാരണം ഒരു കോളേജിൽ തന്നെ ഇത്രയും സബ്ജക്റ്റുകൾ കൊണ്ടുവരും, അതിനനുസരിച്ചുള്ള ടീച്ചേഴ്സ് വേണം. അതോടൊപ്പം തന്നെ അതിനനുസരിച്ച് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ടൈം, അതേപോലെ തന്നെ അത് സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സ് അത്രയും സബ്ജക്റ്റുകൾ അത്രയും പീരീഡ് എടുക്കണം, അത്രയും ടൈം റിസ്ക് എടുക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി അതോടൊപ്പം തന്നെ മറ്റു പല കോഴ്സുകളും നഷ്ടപ്പെടുന്നതുകൊണ്ട് മറ്റു ടീച്ചേഴ്സിൻ്റെ ജോലിക്ക് പ്രയാസം നേരിടാൻ സാധിക്കും, അത് ജോലി നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നുണ്ട്, ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സിസ്റ്റം പരമാവധി ആദ്യത്തെ സെമസ്റ്റർ അല്ലെങ്കിൽ ആദ്യത്തെ വർഷം എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുന്നുണ്ട്. എന്നാലും 2-ാം സെമസ്റ്റർ മുതൽ എല്ലാ യൂണിവേഴ്സിറ്റിയും കൃത്യമായിട്ടുള്ളൊരു സംവിധാനം തന്നെ ഒരുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ പറയാനുള്ളത്, നിങ്ങളെടുത്ത ഈ FIUGP 4 വർഷത്തെ ഡിഗ്രി എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ
ഇനി അങ്ങോട്ട് ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. കേവലം ഒരു വിദ്യാർത്ഥി ഒരു ഡിഗ്രി എന്നുള്ള ആരോ മെത്തേഡിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ഡിഗ്രിയോടൊപ്പം നിങ്ങൾ എടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള സെമിനാർ, കൃത്യമായിട്ടുള്ള അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഡിസ്കഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ, അതേപോലെ ഇൻറ്റേൺഷിപ്പ്, പ്രൊജക്റ്റ്, അതേപോലെ ഇങ്ങനെയുള്ള പല വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളിലൂടെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഡിഗ്രി കോഴ്സ് കഴിയുന്നതോടൊപ്പം തന്നെ ഞാൻ പഠിച്ച കോഴ്സും എനിക്ക് ഈ കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏത് മേഖലയിൽ വേണമെങ്കിലും എനിക്ക് നല്ല ഒരു പ്രൊഫഷനോട് എത്തുവാനും സാധിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ് ഈ ഒരു ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും ഒരുപാട് ഡീമെറിറ്റ്സ് നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം അത് ഓൾറെഡി ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ വിദ്യാർത്ഥി കുറച്ച് സഫറിങ്സ് ഉണ്ടെങ്കിലും തൊട്ട് താഴെയുള്ള ബാച്ചിൽ, ഇനി വരാൻ പോകുന്ന ബാച്ചിൽ ആദ്യം തൊട്ടേ വളരെ കൃത്യമായിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ വരുത്തുവാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ നിലവിൽ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വന്നു. എല്ലാ വിദ്യാർത്ഥികളും നല്ല മാർക്കോട് പാസ്സായിട്ടുണ്ട് തന്നെയാണ് കരുതുന്നത്. നല്ല റിസൾട്ട് തന്നെ കിട്ടിയെന്ന് കരുതുകയാണ്. അപ്പോൾ എന്തായാലും രണ്ടാം സെമസ്റ്റർ തൊട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ലഭിക്കും. സബ്ജക്റ്റ് ഓരോ സബ്ജക്റ്റിനും കൃത്യമായ ടൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ലഭിക്കും. അതിൽ യാതൊരു നിരാശയും വേണ്ട. അതായത് രണ്ടാം സെമസ്റ്ററോട് എല്ലാ കാര്യം ക്ലിയർ ആകുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും വളരെ നല്ല രീതിയിൽ തന്നെ ഡിഗ്രി കോഴ്സ് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് അതുമാത്രം ആശംസിക്കുകയാണ്. കൂടാതെ ഇനി അങ്ങോട്ട് വിദ്യാർത്ഥികൾക്ക് ഓരോ സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാം, അതേപോലെ ടൈം ടേബിൾ ഉൾപ്പെടെയുള്ള ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ചർച്ച നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.